നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന ഒരു അഭിമുഖത്തിലേക്കാണ് LDF കൺവീനർ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ തത്സമയം പ്രതികരിക്കുകയാണ്. സ്വാഗതം ശ്രീ EP. വളരെ സന്തോഷം. അങ്ങ് വളരെ സന്തോഷത്തോടെയാണ് മുഖം, വളരെ എന്താ പറയുക, കുശലം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അങ്ങയെ ചുറ്റിപ്പറ്റിയാണ് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ചർച്ചകളും ഇപ്പോൾ നടക്കുന്നത്. അതെന്താണ് ഇപ്പോൾ ഇത്രയും കൂളായിട്ട്? അതുകൊണ്ട് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് കുറച്ച് ജീവൻ കിട്ടി, അല്ലെങ്കിൽ ആരും കാണൂലായിരുന്നു. അവിടെ നിങ്ങൾ കുറച്ച് മാധ്യമക്കാർ രക്ഷപ്പെട്ടു. ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു കുളം കലക്കുന്നത് നല്ലതാണ്. നോക്ക് നിങ്ങളെല്ലാവരും. നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം TG നന്ദകുമാർ, ദല്ലാൾ നന്ദകുമാർ എന്നറിയപ്പെടുന്ന TG നന്ദകുമാർ ഒരു വാർത്താ സമ്മേളനത്തിൽ അങ്ങുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് അങ്ങയുടെ പേരിലേക്ക് എത്തുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി അങ്ങ് ചർച്ച നടത്തിയെന്നും അദ്ദേഹം BJPയിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെയുള്ള ഒരു വലിയ ആരോപണ നിര അങ്ങോട്ട് പടച്ചു വിട്ടിരിക്കുകയാണ്. അങ്ങയ്ക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ വന്നത്? അതിലൊന്ന്, അയാൾ BJPയിലേക്ക് ക്ഷണിച്ചു എന്നൊന്നും അയാളുടെ പ്രസ്താവനയിലില്ല. ചർച്ച ചെയ്തു, അത് ഇല്ല. അയാളുടെ പ്രസ്താവനയിൽ അതില്ല. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അത് വേറെ അയാൾ കാര്യം പറഞ്ഞ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഞാൻ യഥാർത്ഥത്തിൽ ഈ മാധ്യമക്കാരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ നിലവാരം കുറക്കരുത്. ആരുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയേണ്ടത്? ഞാൻ ഇരിക്കുന്നൊരു സ്ഥാനത്തെക്കുറിച്ച്, ഞാൻ ഇന്ന് വഹിക്കുന്നൊരു സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ നടക്കുന്നതാണ് അതിരിക്കുന്നത്. ഇതൊന്നും ഇത്തരം ആളുകളോട് മറുപടി പറയാനോ അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങളിൽ ചെന്നുപെടാനോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ഈ മാധ്യമക്കാർ ഇതെല്ലാം ഒരു വലിയ സംഭവമായി എടുത്ത് വ്യാഖ്യാനിച്ച് ഇത്തരക്കാരെയെല്ലാം മാധ്യമക്കാർ പൊക്കിയെടുത്ത് ആകാശത്തോളം മാന്യത കൽപ്പിച്ച് മഹാന്മാരായി ചിത്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ തിരിച്ചുവിടുമ്പോൾ സ്വാഭാവികമായും മറുപടി പറയാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സാധാരണഗതി ഞാൻ മറുപടി പറയില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു കാര്യം, ഏതാണ്ട് കഴിഞ്ഞ 23 മാർച്ച് 5-ാം തീയതി തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള വീട്ടിൽ, മകൻ്റെ വീട്ടിലുണ്ട്, ആ ഫ്ലാറ്റിൽ. അന്ന് മകനോടോ മറ്റോ ഫോണിലായോട് ചോദിച്ചു, അച്ഛൻ എവിടെയാണ്, അച്ഛൻ എവിടെ ഉണ്ടെന്ന്. ഇത്രയും കറഞ്ഞു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വരാൻ ചോദിച്ചപ്പോൾ അവനെ മനസ്സിലായില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ കാണാം കോൾ ബെല്ലടിച്ച് വാതിലോർന്ന് നോക്കുമ്പോൾ ഈ നന്ദകുമാറും ജാവേദ്കറും. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഇത് ജാവേദ്കർ തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അപ്പോൾ ഞാൻ വന്നവിടെ എന്താ ജാവേദ്കർ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ജാവേദ്കറും ഇയാളാണെങ്കിൽ ഞാൻ വരാൻ സമ്മതിക്കില്ല. കാരണം കുറേ കാലമായിട്ട് പുള്ളി എന്നെ വിളിക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ല. ഞാൻ മുമ്പ് എന്നെ വിളിച്ചു. പണ്ട് എന്തെങ്കിലും ഈ പുള്ളി ഇങ്ങനെ എന്തെങ്കിലും ഞാനതൊന്നും ഇപ്പം എന്നല്ല, ഞാനത് ഗൗരവത്തിൽ എടുക്കാറില്ല, ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല, ഞാൻ ഒഴിഞ്ഞു മാറാറാണ്. കാരണം അത് നല്ലതല്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ വിളിച്ച് എന്നെ അന്വേഷിച്ച് ഞാനവിടെ ഉണ്ട് കേട്ടപ്പോൾ അപ്പോഴേ ഞാനിത് ജാവേദ്കർ തന്നെയാണോ, ഇതെങ്ങനെ ഇവൻ്റെ പിറവി ഇതെന്ന് ഞാൻ ശങ്കിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ? അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് കൂടി പാസ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെയുണ്ട്, അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ വന്ന് പലരുമായി പരിചയപ്പെട്ടു, രാഷ്ട്രീയ നേതാക്കന്മാർ, നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടില്ല, ഒന്ന് കാണണം, പരിചയപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് അതിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ്, നല്ല സുഖം തന്നെ പറഞ്ഞു. 2-3 അവിടെ ഇരുന്നിട്ട് പോലും ഇല്ല. ഞങ്ങൾ വാതിൽ കിടന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ യോഗത്തിലേക്ക് പോകണം, എൻ്റെ സമയം ഞാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ യു വിൽ സിറ്റ് ഹിയർ ആൻഡ് ടേക്ക് ടീ ഓർ സംതിങ് എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, വി ആർ കമ്മിങ് വിത്ത് ഇയാൾ ഞാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് തന്നെ അദ്ദേഹം വന്നു. ഞാൻ അവിടെ നിന്ന് ഷൂട്ട്, ഇദ്ദേഹം ആദ്യം ഇറങ്ങി ഈ നന്ദകുമാറുമായിട്ട് അങ്ങ് പോയി. ഒരു ലിഫ്റ്റിൽ അവർ പോയി. അവരാ ലിഫ്റ്റിൽ, ഞാൻ വേറൊരു ലിഫ്റ്റിൽ കയറി ഞാൻ പോയി. ഇതാണ് ആകെ ഉണ്ടായിട്ടുള്ള സംഭവം. ആകെ വന്നാൽ ഇതെല്ലാം കൂടി ആയാൽ തന്നെ ഒരു 10 മിനിറ്റ്. ഈ സംഭവത്തെയാണ് എടുത്തിട്ട് എന്തോ രാഷ്ട്രീയ ചർച്ച നടത്തി. എന്നിട്ട് എന്താ, ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല. നന്ദകുമാറും പറഞ്ഞിട്ടില്ല, ആരും ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. കാരണം അതിനൊന്നും വീട്ടിൽ തന്നെ കുട്ടികളും പിന്നെ എല്ലാവരും ഉള്ളൊരു ഇതാണ്. ജെയ്സൻ്റെ അല്ല, ഈ രാജുവിൻ്റെ മകൻ്റെ ഇളയ ത്രികയുടെ പിറന്നാളാണ്. അപ്പോൾ അത്
അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുക പറയുമെന്ന് കണ്ടു പരിചയപ്പെട്ടു ഞാൻ വിചാരിച്ചതായിരിക്കും. ഞങ്ങൾ വേറെ എനിക്ക് സംശയിക്കും. അല്ല, ഞാൻ വേറെ സംശയിക്കേണ്ട കാര്യം എന്താ? എന്നെ കാണാൻ വേണ്ടി വന്നു, ഞാനൊരു പരിചയപ്പെടാൻ വന്നു. അത് ഒരാൾ ഒരു പിന്നെ BJPയുടെ കേന്ദ്ര നേതാവ്, അയാൾ കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ ഒരാൾ കൂടെ അയാൾ ഇപ്പോൾ ഇവിടെയാണ് അയാളുടെ പ്രവർത്തന മേഖല. സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാമായിട്ട് ബന്ധപ്പെടാൻ ഇങ്ങനെ പുതുതായി വരുന്ന ആളുകളൊക്കെ ശ്രമിക്കുന്നുള്ളത് ശരിയാണ്. അങ്ങനെ പരിചയത്തിന് വേണ്ടി വന്നു, ഞാനവിടെ ഉണ്ടെന്ന് കേട്ട് അവിടെ വന്ന് പരിചയം അവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സംഭവത്തെയാണ് പിന്നീട് എടുത്ത് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയാണ്. BJP ഞാൻ അതിൻ്റെ ഗൂഢാലോചന ഞാൻ BJPയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തയുണ്ടാക്കിയത്. ഞാനാണെങ്കിൽ ഈ ദിവസം തന്നെ അതിനൊരു 2 മണിക്കൂർ മുമ്പ് സുധാകരൻ BJPയിലേക്ക് പോകാൻ RSSലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ്. ഞാൻ എപ്പോഴും പോകും, അതിനെന്താ നിങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സുധാകരൻ. തമിഴ്നാട്ടിലെ BJP നേതാവായിട്ടുള്ള രാജ ഈ സുധാകരനെ ക്ഷണിച്ച് സുധാകരൻ ചെന്നൈ വരെ എത്തി. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ അറിഞ്ഞെല്ലാം കൂടി പിടിച്ചുകൊണ്ടെന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നെയാണ്. അങ്ങനെ തയ്യാറെടുത്ത് പോയിട്ടുള്ള ആളാണ് സുധാകരൻ എന്ന് പറഞ്ഞ് ഞാൻ പത്രസമ്മേളനം അവസാനിപ്പിച്ച് പോയി. 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോഴാണ് എന്താ പിന്നെ എന്നെ തന്നെ BJPയിലേക്ക് ആയിക്കളയാന്നുള്ളൊരു വാർത്ത സൃഷ്ടിച്ചത്. സുധാകരനാണ് ആദ്യം പറയുന്നത്. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ അവരിങ്ങനൊരു വാർത്ത വരുമ്പോൾ ആ വാർത്തയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പരിശോധിക്കണ്ടേ. എന്നെപ്പോലെയുള്ള ഒരാളെക്കുറിച്ച് ഇങ്ങനെ BJPയിലേക്ക് എഴുതാൻ പറ്റില്ല. EP ജയരാജൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ RSSുമായി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത കണ്ണൂരിലെ നേതാവാണ്. പഴയ അങ്ങ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് മലബാറിൽ കണ്ണൂരിൽ ഏറ്റവും വലിയ സംഘർഷം ഉണ്ടായിരുന്ന കാലഘട്ടം. എന്നെ തന്നെ 3 പ്രാവശ്യം RSSകാർ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴുന്നതാണ്. എന്നെ വെടിവെക്കാൻ വേണ്ടി സുധാകരൻ കൊണ്ടുവരുന്ന 2 RSSകാരിയാണ്. ഇതെല്ലാം അറിയാവുന്ന ഒരാൾ എന്നെപ്പോലെയുള്ള ഒരാളെക്കുറിച്ച് BJPയിലേക്കെന്ന് ഒരു വാർത്ത എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു പത്രത്തിൻ്റെ ധാർമ്മികത കാണിക്കണ്ടേ, എന്തെങ്കിലും ഒരു അംശം അതിലുണ്ടാകണ്ടേ. പക്ഷേ K. സുധാകരൻ ഇത് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ നന്ദകുമാർ ഇത് വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിന് പുറകിൽ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ? അതാണ് മനസ്സിലാവാത്തത്. ചില മിസ്സിങ്സ് അവിടെയുണ്ട്. അതായത് K. സുധാകരൻ രാവിലെ പത്രക്കാരോട് പറയുന്നു അത് EP ജയരാജനാണ് BJPയായി ചർച്ച നടത്തിയത്. തൊട്ടു പുറകെ നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ അയാൾ ശോഭാ സുരേന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. അതിനിടയിൽ EP എങ്ങനെ വരുന്നു? ശോഭാ സുരേന്ദ്രൻ ഇവരും തമ്മിൽ എന്തെല്ലോ ഇടപാടുകളുണ്ട്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഭൂമി കച്ചവടമോ സ്വത്ത് കച്ചവടമോ പിന്നെ വേറെ എന്തെല്ലോ വാങ്ങലും കൊടുക്കലും സംഭവം എങ്ങനത്തെയൊക്കെയോ ഉണ്ട്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ആദ്യം സുധാകരൻ പറഞ്ഞു ഞാനും BJP നേതാവും തമ്മിൽ ഗൾഫിലാണ് ചർച്ച നടത്തിയത്. സുധാകരൻ്റെ ഈ പിന്നെ ഞാൻ പോയിട്ട് എത്ര കൊല്ലായി, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ പോയതാണ്. നിങ്ങളത് എന്തൊക്കെയാ ഇത് പറയുന്നതിൽ ഞാൻ പോയിട്ടുണ്ടോ? ഇതിലേക്ക് വരാം. ഇപ്പം അങ്ങനെ ഈ സുധാകരൻ ആദ്യം പറയുന്നു, പിന്നീട് നന്ദകുമാർ ഇതിലേക്ക് വരുന്നു. അത് എങ്ങനെയാണ് ശരിക്കും? ഈ നന്ദകുമാറും എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഞാനിത് എനിക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവരുടെ നിലവാരത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങനെ പരിശോധിച്ച് നിൽക്കേണ്ട ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല. അതെല്ലാം അതിൻ്റെ ആൾക്കാർ നോക്കുകയോ പറയുകയോ ചെയ്യട്ടെ. ഇവിടെ വന്നിരിക്കുന്നൊരു പ്രശ്നം നന്ദകുമാറും പിന്നെ ശോഭാ സുരേന്ദ്രനും തമ്മിൽ സാമ്പത്തികമായി എന്തൊക്കെയോ ഇടപാടുണ്ട്. ആ പണം കിട്ടാത്തതുകൊണ്ട് അവൻ ഈ ഇലക്ഷൻ സമയത്ത് എന്തോ ബിസിനസ് ഉണ്ട് അവർ, അത് കിട്ടാത്തതുകൊണ്ട് അവൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു. ആ പത്രസമ്മേളനം നടത്തിയിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ നേരെ പറഞ്ഞു. പിന്നെ ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് ഈ നന്ദകുമാറിനെതിരെ അല്ല പറയുന്നത്, എന്നെ അതിലേക്ക് കൊണ്ടുവരികയാണ്. രണ്ടുപേരും അതായത് ഇതിലൊരു കണ്ടിന്യൂറ്റി വരുന്നത് ആദ്യം K. സുധാകരൻ, പിന്നീട് നന്ദകുമാറിനെതിരെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും EP ആണ് നിർണായക വിഷയമാവുന്നത്. ഞാൻ ശോഭാ സുരേന്ദ്രനെതിരെ എൻ്റെ പേര് വലിച്ചിടിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ ശോഭാ സുരേന്ദ്രനെ ഞാൻ പല പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് അവരുടെ ബോഡി കൊണ്ടുവരുമ്പോൾ ഞാൻ കോട്ടയത്ത് അവിടെ മൃതദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വെച്ച സ്ഥലത്ത് ഉള്ള വലിയ അതിൻ്റെ സ്റ്റേജിൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനിരിക്കുന്നുണ്ട്. ഞാനിത് കുറേ കഴിയുമ്പോഴാണ് ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് ആ നേതാക്കന്മാരുടെ എൻ്റെ അടുത്തൊന്നുമില്ല, വളരെ ദൂരം. അതാണ് ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് കണ്ടത്. ആ ശോഭാ സുരേന്ദ്രൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് വാസ്തവമുണ്ടോ എന്ന് നോക്കണ്ടേ. ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് താഴാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ. ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ശോഭാ സുരേന്ദ്രനെ കാണാൻ അതിലൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. രാമനിലയത്തിലേക്ക് അങ്ങ് പോയി എന്നൊക്കെയാണ് രാമനില. അതെ, ഇത് നിങ്ങൾ നോക്കണ്ടേ. ഇങ്ങനെ രാമനിലയത്തെ പോയിട്ടുണ്ടോ, രാമനിലയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? രാമനിലയത്തെ പോയാൽ എന്താ ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ മുറിയിലേക്ക് പോകാൻ എൻ്റെ പണി?
എനക്കെന്താ അവരെ നോക്കേണ്ട കാര്യം? ഞാനും അവരായിട്ട് എന്താ ബന്ധം, പരിചയം? ഒരു ബന്ധവും പരിചയം ഞാനില്ല. എനക്കെന്ത് കാര്യം അത്? ഞാൻ പോകുന്നു, എൻ്റെ കാര്യം നിർവഹിച്ച് ഞാൻ വരുന്നു. അതിനെ രൂപപ്പെടുത്തിയിട്ട് രാമനിലയത്തിൽ, പിന്നെ എന്താ ഡൽഹിയിലേക്ക് ഞാൻ ഡൽഹിയിൽ പോയിട്ട് 2.5 കൊല്ലത്തിലധികമായി. ആകെ ഞാനിപ്പോൾ പോയത് കാരണം ഈ പറയുന്നവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഇതിനിടയിൽ പോയത് എം പിമാരും മന്ത്രിമാരും MLA മാരും ഡൽഹിയിൽ സമരം നടത്തുന്ന അവസരത്തിൽ LDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാനും ആ പരിപാടി പങ്കെടുക്കാൻ പോയി. അതാണ് ഞാൻ പോയ ഡൽഹിയിൽ. ഞാൻ ഈ 2.5 കൊല്ലത്തിലധികമായി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഡൽഹിയിൽ പോയിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഇവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് അടിച്ചു മാറി ഞാനെന്ത് ഡൽഹിയിൽ പോകാൻ? ഞാൻ ആരപ്പുറം പോകാൻ? എന്തെങ്കിലും പറയുന്നതിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ നോക്കിക്കൂടെ? ഒക്കെ റെക്കോർഡല്ലേ. ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ടെന്ന് കേരള ഹൗസിൽ വിളിച്ചു വെച്ചാൽ അറിയില്ലേ? എത്ര പ്രാവശ്യം അതിനുണ്ടെന്ന് അറിയില്ലേ? ഇവിടെയല്ല ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച് ആരും എന്തെങ്കിലും വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറയുന്ന കാര്യം എന്നെപ്പോലെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ, നശിപ്പിക്കാൻ ഈ മാധ്യമത്തിൽ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്ക് ന്യൂസ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? എന്താ നിങ്ങളുടെ ലക്ഷ്യം? അത് എന്നെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. ഇതിൽ ഈ 3 പേര് തമ്മിലുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു ബന്ധം എങ്ങനെയാണ് വരുന്നത്? കാരണം ആദ്യം കെ സുധാകരൻ, തൊട്ടുപുറകെ നന്ദകുമാർ, അത് കഴിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ. ഈ 3 പേര് വ്യത്യസ്തമായ തലങ്ങളിലാണെങ്കിലും പറഞ്ഞതെങ്കിലും അതിലെ കേന്ദ്രം EP ആണ്. ഇതിൽ പിന്നെ ദല്ലാളും ശോഭാ സുരേന്ദ്രനും സുധാകരനുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഞാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ദല്ലാളിനെ തന്നെ ചില യാത്രാഘട്ടങ്ങളിലാണ് കാണുകയും അപ്പോൾ പുള്ളി വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ശീലക്കാരനാണ്. അങ്ങനെ വന്നു, ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ അദ്ദേഹവുമായിട്ട് യാതൊരു അടുപ്പവുമില്ല. ഞാനാണെങ്കിൽ അദ്ദേഹത്തെ കുറേ കാലമായിട്ട് തന്നെ ഞാനുമായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പമോ വർത്തമാനമോ പോലും ഇല്ല. അതായത് എന്നെ ഒരു ട്രാപ്പ് ചെയ്യുന്നതാണോ എന്ന് എനിക്കൊരു സംശയം വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതെപ്പോഴാന്ന് പറഞ്ഞാൽ അതും യഥാർത്ഥത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്നെ ക്ഷണിക്കുന്നത് നമ്മുടെ കോൺഗ്രസിൽ നിന്ന്, ഞാനവിടെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ ചാർജിൽ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിൽ നിന്ന് ഞങ്ങളിലേക്ക് വന്ന ഒരാൾ മുരളി, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറേ കോൺഗ്രസ്സുകാരെന്ന് ഞങ്ങളിലേക്ക് വന്നിരുന്നു, പാർട്ടിയിൽ വന്നിരുന്നു, അവർ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിരുന്നു. ആ മുരളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഞാൻ പറഞ്ഞു, ഞാനിവിടെ എറണാകുളത്ത് നമ്മുടെ ദേശാമാനൊരു ജീവനക്കാരുണ്ടായിരുന്നു, അവനൊരു കിഡ്നി മാറ്റിവെക്കുന്നൊരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കൂടിയുണ്ട്. അയാൾ അമ്മയുടെ കിഡ്നിയാണ് കൊടുത്തത്. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ട്. മിംസ് ഹോസ്പിറ്റലാണ്, പിന്നെ ആസ്റ്റർ മിംസിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് മുരളി പറഞ്ഞു, പിന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു ക്ഷേത്രമുണ്ട് ഇവിടെ, നിങ്ങൾക്കൊന്ന് വന്നാൽ. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വരുന്നതാണ്. അവിടെ പോയ കുറേ നേതാക്കന്മാരുടെ പേര് അന്നേരം പറയുന്നുണ്ട്. ഞാനിതൊന്നും എനിക്ക് കാണേണ്ട കാര്യമില്ല. ഇങ്ങനെ നേതാക്കന്മാർ ഇവിടെ പിന്നെ വരുന്നുണ്ട്, ഉച്ചക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇത് കുറേ ദിവസം നീണ്ടു നിൽക്കുന്നൊരു ഉത്സവമാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് കുറച്ച് അല്ല, തോമസ് മാഷ് കൂടി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നാൽ ഭക്ഷണം കഴിക്കാം, മാഷ് കൂടി ഉണ്ട്. അപ്പോൾ മാഷ് എന്നെ വിളിച്ചു, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മാഷും പറഞ്ഞു. ഞാൻ സ്വാഭാവികമായിട്ട് അവിടെ പോയി. അവിടെ പോകുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ പിന്നെ ഒരു വശത്താണിത്, പിന്നെ ഒരു പന്തലിട്ടിട്ടുണ്ട്. ഞാൻ നേരെ ആ കാറ് നിർത്തി ആ പന്തലിലേക്കാണ് കയറിയത്. പന്തൽ ഇതിൻ്റെ ഭാഗമല്ല, ക്ഷേത്രം വേറെ, അതിനോട് ചേർന്നിട്ട് ആളുകൾക്ക് ഇരിക്കാൻ. അപ്പം ഞങ്ങളവിടെ പോയപ്പോൾ 2-3 കസേര കൊണ്ടുവന്ന് ഈ പന്തലിൻ്റെ സൈഡിൽ ഞാനും മാഷും പിന്നെ വേറെ 2-3 പേരുണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ ഉത്സവമൊക്കെ നടന്നു, ഒക്കെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ കാണാം ഇവർ പറഞ്ഞു, സാർ ഇവിടെ ഈ 90 മറ്റോ വയസ്സ് കഴിഞ്ഞിരിക്കുന്ന അമ്മമാർക്ക് ഞങ്ങളിവിടെ ഈ ക്ഷേത്രത്തിൽ വെച്ച് പൊന്നാട കൊടുക്കും, അങ്ങനെ ഓരോ ദിവസവും വന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്നൊരു അമ്മ ഇവിടെയുണ്ട്, ഏറ്റവും സീനിയറായിട്ടില്ലേ, അവർക്കൊരു പൊന്നാട കൊടുക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കുന്നതിനെന്താ എന്ന് ഞാൻ പറഞ്ഞു. അവർ തന്നെ ഒരു പൊന്നാട കൊടുത്തു തന്നു. അപ്പോൾ ഒരു സ്ത്രീയുണ്ട്, വളരെ പ്രായമുള്ളൊരു സ്ത്രീ വരുന്നു. അവരിങ്ങനെ ഇറങ്ങി വന്നു, ഞാൻ ഈ പൊന്നാടി അവർക്ക് കൊടുത്തു. അപ്പോൾ ഈ നന്ദകുമാരൻ്റെ അതിലേക്ക് കൂടെ എങ്ങനെ നടന്നു പോകുന്നു. ഇത് നടന്ന സംഭവം ഞാനങ്ങ് ഇത് കഴിച്ചിട്ട് ഞാനിങ്ങ് പോയി. പിന്നെയാണ് മാതൃഭൂമിക്കാർ പറയുന്നത് അത് നന്ദകുമാറിൻ്റെ അമ്മയാണ്. പിന്നെ അവരൊരു കഥയുണ്ടാക്കി. ഈ CPIM-ന്റെ യാത്ര ബഹിഷ്കരിച്ച് നന്ദകുമാറിന്റെ അമ്മയെ പൊന്നാടി പോയി ആ വാർത്ത ഉണ്ടാക്കിയത് മാതൃഭൂമിയാണ്. പിന്നെ മാതൃഭൂമിക്കാരവിടെ വന്ന് ഇതിങ്ങനെ വാർത്ത ഉണ്ടാക്കിയിട്ട് ജാഥക്ക് പോകാതെ ഈ പിന്നെ ഇയാളുടെ ദല്ലാളിൻ്റെ അമ്മയെ സ്വീകരിക്കാൻ പോയി.
അപ്പൊ ഇത് ശരിക്കും ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയാണെന്ന് അറിയില്ല. ഇല്ല, അപ്പോഴാണ് ഞാൻ ഇയാളുടെ അമ്മയാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയം. ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, അയാൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ മുമ്പ് ഇയാൾ ഇറങ്ങി പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ മാതൃഭൂമി വാർത്ത വന്നപ്പോഴാണ് ഇതിലെന്തോ ഒരു ചെറിയൊരു ചതിയുടെ ഭാഷ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അയാൾ കുറേ ദിവസം അതിനും എത്രയോ എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പോ മറ്റോ പിന്നെ അമ്മയുടെ എന്തോ ഒരു ഷഷ്ടിയല്ല ഈ സപ്തതി ആഘോഷം ഒരു കത്തൊക്കെ എല്ലാം അയച്ചിരുന്നു. എനിക്കും ആ കൂട്ടത്തിൽ കത്ത് അയച്ചിരുന്നു. പക്ഷെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ പിന്നെ അയാൾ ഒരു ശരിയില്ല എന്നുള്ളത് തന്നെ ഉണ്ട്. ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധപ്പാടും ഫോണിലോ കാര്യങ്ങളിലോ ഒന്നും ബന്ധപ്പെടാറില്ല. അതാണ് ഞാൻ അങ്ങോട്ട് വിളിച്ച ഒരിക്കലും വിളിക്കാറില്ല. എനിക്കങ്ങനെ ബന്ധപ്പെടേണ്ട കാര്യമുണ്ട്. ഈ പൊന്നാടി അണിയിക്കൽ ട്രാപ്പിലാണോ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നത്? അങ്ങനെ അതിനു മുമ്പ് ഈ ദല്ലാളാണ്. ഇയാളെക്കുറിച്ച് എല്ലാം ഞാൻ പലതും കേട്ടിട്ടുണ്ട്. ഈ VS-ൻ്റെ മാത്രമല്ല, ഇവിടെയുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ പല മുഖ്യമന്ത്രിമാരുമായിട്ടും പല മന്ത്രിമാരുമായിട്ടും പല നേതാക്കന്മാരുമായിട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിമാരുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധമുണ്ട്. അതെനിക്കറിഞ്ഞൂടാ. ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്. പല കേസിൽ ഇയാൾ ഇടപെടുത്തേണ്ട കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നീട് വളരെ വളരെ അകന്ന് പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അകന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇതുണ്ടാക്കിയത്. അതെനിക്ക് തോന്നുന്ന ബോധപൂർവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ ബോധപൂർവം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സുധാകരനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, അതുപോലെ പിന്നെ ഈ ദല്ലാളുണ്ട്, അതുപോലെ ചില പ്രധാനപ്പെട്ട പിന്നെ മാധ്യമക്കാരുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ആദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പൂർണ്ണമായും LDF-നെതിരായിട്ടൊരു വാർത്ത കൊടുക്കാനുള്ളൊരു വലിയ സജ്ജീകരണം അവർ നടത്തിയതായി പിന്നീട് ഞാൻ മനസ്സിലാക്കി. അവരുടെ ഓരോ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അവർ ഉദ്ദേശിച്ച ഓരോ കാര്യങ്ങളും അവരുടെ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ സ്വപ്ന സുരേഷിനെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എനിക്കറിഞ്ഞു. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. അല്ല, ഞാനതിൻ്റെ എന്തുകൊണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കാനും ഞാൻ പോകാറില്ല, പറയാറുമില്ല. കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ചിലർ എൻ്റെ അടുക്ക വന്ന് പറയും ഇതാ ഇങ്ങനെയാണ്. ഈ സ്വപ്ന സുരേഷ് ഇവിടെ വന്നു. ആ സ്വപ്ന സുരേഷിനെ വന്നത് തന്നെ ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വപ്ന സുരേഷ് എനിക്കൊന്ന് ഐസക്കിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖനായൊരു നേതാവ് പറഞ്ഞു അങ്ങനെ വന്നാൽ അത് ഇലക്ഷൻ കേസായിരിക്കും, അയാൾ കാൻഡിഡേറ്റാണ്. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നെ കണ്ടുപിടിച്ചതാണ് എന്നെ കണ്ടുപിടിച്ചിട്ട് ഉടനടി എന്നെക്കുറിച്ച് പറയുന്ന കാര്യമാണ് BJP-യിലേക്ക്. ഞാൻ BJP-യിലേക്ക് പോകുന്ന എന്ത് അടിസ്ഥാനത്തിൽ അവർ മാധ്യമക്കാരെ റിപ്പോർട്ട് ചെയ്യുക? നിങ്ങൾ ഒരു പത്രത്തിൻ്റെ ധർമ്മമാണോ അത്? നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു വാർത്ത കൊടുത്തത്? എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ മുഴുവൻ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ എന്താ അധികാരം? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എഴുതിയത്? നിങ്ങൾ എഴുതുമ്പോൾ എന്തെങ്കിലും 1% അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകണ്ടേ? അതിൻ്റെ പിന്നിലും ചിലർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്കെതിരെ, അതായത് ഇതിപ്പോൾ വളരെ കൃത്യം, ഇപ്പോൾ പറഞ്ഞപ്പം എല്ലാ പ്രേക്ഷകർക്കും ഉൾപ്പെടെ കൃത്യമായി വ്യക്തമായി. കാരണം ആദ്യം കെ സുധാകരൻ, ഇങ്ങനെ ആ ഒരു ശൃംഖല വന്നത് ഇതിലൊരു കോൺസ്പിറസി അല്ലേ? അപ്പോൾ ഇതൊരു സംഘടിതമായ ഗൂഢാലോചനയുണ്ട്. അത് പാർട്ടിക്കെതിരായും LDF-നെതിരായിട്ടുമുള്ള ഗൂഢാലോചനയുണ്ട്. പാർട്ടി ആക്രമിക്കാൻ ചട്ടം കെട്ടി നിന്നിട്ടുള്ളവരുടെ ഒരു സംഘടിത നീക്കമാണത്. അതിൽ അവർ പരാജയപ്പെട്ടപ്പോൾ എന്നെ പിടിച്ചതിലേക്ക് കൊണ്ടുവന്നു. ഒരാളെ കിട്ടണമല്ലോ തൽക്കാലം, കൊണ്ടുവന്ന് എനിക്കെതിരെ ഇത്തരത്തിൽ വേറൊന്നും പറയാനില്ല. അല്ല, അതുകൊണ്ടല്ല, വേറൊന്നും പറയാനില്ല. അപ്പോൾ ഉടനെ എന്താ കണ്ടുപിടിച്ചേ? BJP-യിലേക്ക് പോകുന്നു. അത്തരമൊരു തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച് ഇവിടെ എന്തുണ്ടാക്കാൻ കഴിയുന്നവരാഗ്രഹിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ എന്നെ വ്യക്തിഹത്യ നടത്തി, എന്നെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ പിന്തുടർന്ന് വ്യക്തിഹത്യ നടത്താനും എനിക്കെതിരായിട്ട് പ്രചാരബലം നടത്താനും ചിലർ സംഘടിതമായ നീക്കം നടത്തുന്നത് എനിക്കറിയാം. ഞാൻ പിന്നെ അവരെന്തോ നടത്തിക്കോട്ടെ, അവർ അല്പസംതൃപ്തി അടഞ്ഞോട്ടെ എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. എനിക്ക് എൻ്റെ കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സത്യസന്ധതയും മാന്യതയും എൻ്റെ രാഷ്ട്രീയ ചിന്തയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതേ എനിക്കുള്ളൂ. ഞാൻ ആ കാര്യമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ എന്നെ വ്യക്തിഹത്യ നടത്താനും കശാപ്പെടുത്താനും നടക്കുന്ന ആളുകളെ പിന്നാലെ വെട്ടാനും കൊല്ലാനൊന്നും ഞാൻ പോയിട്ടില്ല.
എനിക്കെൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ ഉന്നതമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ 2 ചാനൽ ഇങ്ങനെ എന്നെ പുറത്താക്കാൻ പോകുന്നു, പിന്നെ CPI ആവശ്യപ്പെട്ടിരിക്കുന്നു, പിന്നെ കടുവിൻ്റെ സ്ഥാനത്ത് ഒഴിവാക്കണം, ഇങ്ങനെ കുറേ ചാനലുകാർ പുറപ്പെട്ടിട്ടുണ്ട്. അവർ പോയി ആത്മസംതൃപ്തി അടയട്ടെ. ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ചാനലുകാർ അവരാത്മസംതൃപ്തി അടയട്ടെ. എന്താ എൻ്റെ ഭാഗത്ത് തെറ്റ്? ഈ മറ്റൊരു സംഭവം എന്താ ഞാൻ ചെയ്ത പെശക്? ഞാൻ ഒരു ക്ലാരിറ്റി വരുത്താൻ ചോദിക്കുകയാണ്. ഈ ജാവ്ദേക്കറിനെ കണ്ട തീയതിയും ചില മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ്. അതിനു മുമ്പ് വൈദേഹത്തിൽ ഒരു റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിന്റെ തുടർച്ചയായി 5ാമത്തെ ദിവസമാണ് ജാവ്ദേക്കറിനെ കണ്ടത് എന്നുള്ള രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. എന്താണ് വസ്തുത? ഇന്നിപ്പോൾ മാതൃഭൂമി പത്രം അല്ല, പത്രമല്ല, മാതൃഭൂമി ചാനൽ അങ്ങനൊരു വാർത്ത ഇപ്പം അടിക്കുന്നുണ്ട്. എന്താ അടിക്കുന്നറിയോ? അവിടെ ഈ വൈദേഹം റിസോർട്ട് ഞാനും തമ്മിൽ എന്താ ബന്ധം? ഞാൻ അതിനു വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് സഹായങ്ങളും ഉപദേശങ്ങളും ഒക്കെ ചെയ്ത് സഹായിക്കുന്ന ഒരാളാണ്. ഒരു നല്ല സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? വൈദേഹത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആര്, എത്ര, എല്ലാ കാര്യങ്ങളും കിട്ടുന്നില്ലേ ഇന്ന്? ആ വൈദേഹത്തിൽ എപ്പോഴെങ്കിലും ഇൻകം ടാക്സുകാരോ വേറെ ആരെങ്കിലും റെയ്ഡ് ചെയ്തിട്ടുണ്ടോ? ED വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയത്? ED പരിശോധന എഴുതിയില്ലേ? മാതൃഭൂമി ചാനൽ എവിടെയെന്ന്? എന്തിന്? നിങ്ങൾ ഈ പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം വേണ്ടേ? എന്തെങ്കിലും ഒരു തെറ്റുണ്ടാകട്ടെ. എന്നോടുള്ള വ്യക്തിഹത്യ, എന്നെ നശിപ്പിക്കാൻ, വ്യക്തിഹത്യ നടത്താൻ, അതിനുവേണ്ടി ഞാൻ ഉപദേശവും നിർദ്ദേശവും കൂടി സഹായിച്ച സ്ഥാപനത്തെ അതിൻ്റെ ഭാഗമാക്കി ഉപയോഗിക്കുന്നു. മറ്റവിടെ എന്ത് പിന്നെ ഇൻകം ടാക്സ് റെയ്ഡ്? അവിടെ എന്ത് അവരുടെ ഇൻകത്തിൽ പോലെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോഴവർ. അത് നടത്താൻ വേണ്ടിയിട്ട് അവർ പലരെയും കണ്ടു, പലരും വന്നിട്ട് ചർച്ച ചെയ്തു. അവസാനം എനിക്കതായിട്ട് ബന്ധമുള്ള നിരാമയ എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഫഷണൽ സ്ഥാപനമുണ്ട്. ഇവരിങ്ങനെ സ്ഥാപനം അവർ വന്ന് ചർച്ച ചെയ്തു, ഒരു എഗ്രിമെൻ്റ് വെച്ച് നിരാമയക്കാർ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നടത്തിപ്പോൾ അവർ നടത്തുന്നു. ഇത് കമ്പനിയുടെ അസറ്റായിട്ട് നിൽക്കുകയാണ്. അതിന് മറ്റൊരു വെർഷനുണ്ട്. രാജീവ് ചന്ദ്രശേഖരനുമായി ബിസിനസ് പങ്കാളിത്തം എന്നൊരു ആക്ഷേപം. രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ മനസ്സിലാക്കിയത് എനക്കറിഞ്ഞൂടാ, അത് നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? ഇന്നത്തെ കാലത്ത് അതിനെല്ലാം അന്വേഷിച്ച് നിങ്ങൾ പത്രക്കാർ ഇത് എഴുതുമ്പോൾ നിങ്ങൾക്കൊന്ന് നെറ്റിൽ നോക്കിക്കൂടെ? ഈ കമ്പനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത്? ഈ നിരാമയിൽ ചന്ദ്രശേഖരൻ ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ, നോക്കിയാൽ മനസ്സിലാവില്ലേ? ഞാൻ മനസ്സിലാക്കിയത് നിരാമയിൽ അദ്ദേഹം ഇല്ല എന്നാണ്. അദ്ദേഹം അത് വ്യക്തമാക്കിയിരുന്നു. അതെ, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഉണ്ടെന്ന് സ്ഥാപിക്കുക, എന്നിട്ട് ഇന്ന് ഇതൊക്കെ വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന രംഗമല്ലേ ഇതെല്ലാം? ഇതിൻ്റെ എല്ലാം ലക്ഷ്യമെന്താ? എന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായൊരു നീക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതെന്തിനാണ്? അങ്ങേക്ക് എന്തെങ്കിലും ഒരു പ്ലസ് കിട്ടാൻ പോകുന്നു LDF കൺവീനർക്ക്? അതാണ് എന്താ യഥാർത്ഥത്തിൽ ഈ ഒരു ടൈം തിരഞ്ഞെടുത്തത്? അതായത് അങ്ങേ വെച്ചുകൊണ്ട് മൊത്തം LDFന് സെറ്റ് ബാക്ക് ഉണ്ടാക്കാൻ? കാരണം ഈ വാർത്ത കണ്ടതിന് ശേഷം പോയി വോട്ട് ചെയ്യുന്നവർ LDFനെതിരെ വോട്ട് ചെയ്യുന്ന കണക്കൂട്ടിയാണോ? അതല്ലാതെ EP ജയരാജനെ മാത്രം ലക്ഷ്യം വെച്ചാണോ? ഇതുകൊണ്ടൊന്നും ഇപ്പോൾ വോട്ടിലൊന്നും ആർക്കെങ്കിലും മാറ്റം വരുത്താൻ കഴിയും? EP ജയരാജൻ്റെ പേര് പറഞ്ഞിട്ട് ഏതെങ്കിലും വോട്ടിൽ മാറ്റം വരുത്താൻ കഴിയുമോ? ഇതിലെല്ലാം ഇത് വ്യക്തിഹത്യയാണ്. വ്യക്തിഹത്യ നടത്തി എൻ്റെ പിന്നെ കളങ്കപ്പെടുത്തുക, പൊതുസമൂഹത്തിന് മുമ്പിൽ കളങ്കപ്പെടുത്തുക, ജനങ്ങളിലുള്ള അംഗീകാരം നശിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക വിഭാഗക്കാർ പ്രവർത്തിക്കുന്നുണ്ട് സംഘടിതമായിട്ട്. അവർ മാധ്യമങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്, ചാനലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നേരത്തെയുള്ള കോക്കസാണോ? അതായത് അങ്ങയ്ക്കെതിരെ ഉള്ള സംഭവങ്ങൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ പണ്ടൊരു വീട് വിവാദം മുതൽ നിരവധി വിവാദങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വന്നു. സാന്റിയാഗോ മാർട്ടിൻ മുതൽ ഈ വിവാദങ്ങളെല്ലാം ഒരേ ടീമാണോ മാനേജ് ചെയ്യുന്നത്? ഒരേ ടീമാണ് മാനേജ് ചെയ്യുന്നത്. പഴയ വിഭാഗീയത എല്ലാം ഒരേ മാനേജ്, അതിൻ്റെ പരമ്പരാഗതക്കാരാണ് ഇപ്പം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് അവരിങ്ങനെ? എനിക്കറിയില്ല. അത് ഞാനാണെങ്കിൽ അവരെ ഒന്നും തിരിച്ച് പ്രതിരോധിക്കാനൊന്നും ചെയ്യുന്നില്ല. ഞാനാണെങ്കിൽ എന്തിനാ ഇതവരെ എൻ്റെ പേരെ ഇങ്ങനെ കയറുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഞാൻ അവസാനത്തിൽ ചേരുന്ന കാര്യം എൻ്റെ രാഷ്ട്രീയത്തെ എന്നെ നശിപ്പിക്കൽ വഴി എൻ്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നില, അതുവഴി പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. പാർട്ടി കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. അത് ഞാൻ നിശ്ചയിക്കേണ്ട കാര്യമല്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറയുക എന്നുള്ളതല്ലാതെ പാർട്ടിയുടെ കാര്യം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാൽ പാർട്ടിയുടെ കാര്യം പറയും. എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയാൻ പറ്റൂ. ഞാൻ ആ കാര്യങ്ങളെ പറയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിഹത്യ നടത്താൻ
ആരെയും ഞാൻ സമ്മതിക്കില്ല. ഉള്ള കാര്യം ഞാൻ എപ്പോഴും തുറന്ന് സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. എനക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്കതിലൂടെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഗൂഢാലോചനക്കാർക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കും? ഞാനൊരു നിയമ നടപടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ഇതിനൊക്കെ പ്രൂഫ് വേണം. സാധാരണ പ്രൂഫ് പോരാ, കോടതിയിലേക്കുള്ള പ്രൂഫ് വേണം. എൻ്റെ നിരീക്ഷണത്തിലും എൻ്റെ വീക്ഷണത്തിലും ചില കാര്യങ്ങളിലൊക്കെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതാണ് ഞാനിത്. അതിൻ്റെ പ്രൂഫ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ മേലെ പ്രൂഫ് എടുത്ത് കോടതിയിൽ പോയി കേസ് കൊടുത്ത് ഇതിൻ്റെ പിന്നാലെ നടക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഭാര്യ കേസ് കൊടുത്ത് വിധി അനുകൂലമായി മേടിച്ച ഒരു വിജയ ചരിത്രം അതുണ്ട്. അത് മനോരമക്കാരന്ന് ചെയ്തൊരു പണി. ഞാൻ ഇപ്പോഴും എൻ്റെ കാര്യം എനിക്ക് വ്യക്തിപരമായി ഞാനൊരു താല്പര്യവും ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായി ഞാനൊന്നും നേടാനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ചെയ്യാനുള്ളത് ജനങ്ങൾക്കിടയിൽ സമൂഹത്തിന് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം കൊണ്ടുപോയി കേസ് നടത്താനും ഒരു സ്ഥിരം കടലാസ് കിട്ടും ഒരു കോടതി പോയി നിൽക്കാനും ഇങ്ങനെയുള്ളതിനൊന്നും ഞാനില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ. ഈ വിവാദങ്ങൾക്ക് ശേഷം അങ്ങേക്കെതിരെ ഈ പാർട്ടിയിൽ വലിയ ചർച്ചയാണ്, പാർട്ടി നടപടിയെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണമുണ്ട്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം അതെങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിനുള്ള തുലവും സാധ്യത ഇല്ലെന്നുള്ളതും അറിയാം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പിണറായിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടു. അന്ന് അദ്ദേഹം അങ്ങേ തള്ളി പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ശിവൻ പാവത്തിൻ്റെ ഒപ്പം ചേരുമ്പോൾ ശിവനും പാവമായി മാറും, രാവിലെ മുതൽ എഴുന്നേറ്റാൽ വഞ്ചിക്കാൻ നടക്കുന്നവരെ തിരിച്ചറിയേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഉണ്ടായത്. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സന്ദേശമാണത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം. അവരിപ്പോൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് അവരും നശിക്കരുത്, ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത്. അതെല്ലാവർക്കും കൂടെ സന്ദേശമാണ്. അതെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അങ്ങ് അതിനുശേഷം മാധ്യമങ്ങളെ വീണ്ടും കണ്ടു എന്നത്, ജാവ്ദേക്കറിനെ കണ്ടു എന്നത് സ്ഥിരീകരിച്ചത് എന്തോ ഒരു അബദ്ധമായി എന്നുള്ള നിലയിൽ പ്രചരണം നടക്കുന്നുണ്ട്. അതിന് നിങ്ങളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതിൻ്റെ തലേ ദിവസം, അതാ ഇലക്ഷൻ്റെ തലേന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ നന്ദകുമാർ ഇങ്ങനെ പറഞ്ഞു. അത് വെച്ചുകൊണ്ട് ഈ എല്ലാ മാധ്യമങ്ങളും ഈ ചർച്ച നടത്തി അത് മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഒന്നും പറഞ്ഞു ഒരു ബന്ധവുമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയിലേക്ക് ഇങ്ങനെ കൊണ്ടുചെന്നെത്തി അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള കാര്യം പറയണ്ടേ? തലേന്ന് മുഴുവൻ നടത്തിയതാണ്. മുഖ്യമന്ത്രിയാണ് ആക്രമിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ആക്രമിച്ച് അദ്ദേഹത്തെ ഒരു കുറ്റവാളിയാക്കാൻ വേണ്ടി പലരും സംഘടിതമായി നീക്കം നടക്കുമ്പോൾ അതിൻ്റെ വൈകുന്നേരം ഞാനിത് കാരണം അവരുടെ ഈ സുധാകരൻ്റെ പത്രസമ്മേളനം ഇതൊക്കെ വൈകിട്ടാണ്. അതിനുശേഷം യഥാർത്ഥ സമയമില്ല. ഞാനന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലായിരുന്നു. അതുകൊണ്ട് ഞാനില്ലായിരുന്നു. പിന്നെ വൈകിട്ടാണ് ഞാനിത് അപ്പോഴേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അന്ന് പറയാൻ നിർവാഹമില്ല. പിറ്റേ ദിവസം ഞാൻ വോട്ട് ചെയ്തിറങ്ങുമ്പോൾ പത്രക്കാരനോട് ചോദിച്ചു, ഈ തലേ ദിവസത്തെ വൈകുന്നേരത്തെ ചർച്ചക്കാരും പറയുന്നുണ്ട്. ചർച്ചക്കാരിൽ പ്രധാനികൾ തന്നെ, ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അവതാരകൻ്റെ വാക്ക് ഞാൻ കേട്ടു. ഇത് നിഷേധിച്ചിട്ടില്ലല്ലോ, ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലല്ലോ, നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ വകുപ്പില്ലെന്നല്ലോ. എന്തടിസ്ഥാനത്തിലാണ് നന്ദകുമാറിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കുക? എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത്? അതിന് എന്തെങ്കിലും വകുപ്പ്, എന്തെങ്കിലും കാര്യം വേണ്ടേ? വ്യക്തിഹത്യ എന്നുള്ള നിലയിൽ വ്യക്തിഹത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർ പത്രത്തിൽ പറഞ്ഞു, അത് വ്യക്തിഹത്യ എന്ന് പറഞ്ഞ് മാത്രം കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? മാനനഷ്ടത്തിലല്ലേ കൊടുക്കേണ്ടത് കേസ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് പറയേണ്ടതുണ്ട്. തലേന്ന് വരെ എന്നോട് പിന്നെ എന്തിനാ ഒരു ചർച്ച ചെയ്യാൻ കേട്ടത്, അത് രാവിലെ പറയേണ്ടതായിരുന്നില്ല, അത് ബോധപൂർവമാണ് എന്നൊക്കെ ഒരു ചർച്ചക്കാരൻ പറയുന്ന ഒരു അവതാരകൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ തലേന്ന് ഇതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് എന്താ കേസ് കൊടുക്കാത്തത്? ഇയാളുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു, BJP-യിലേക്ക് പോകാൻ തയ്യാറെടുത്തു എന്നല്ലേ വ്യക്തമാക്കുന്നത്. ഇന്ന് വരെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ എന്നാണ് ഈ അവതാരകൻ തന്നെ ചോദിക്കുന്നത്. ഞാനത് കേട്ടത് ഏഷ്യാനെറ്റിൻ്റെ അവതാരകനാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയും ചോദിക്കുകയാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, അതിൻ്റെ മറുപടി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലോ അവരുടെ അന്നത്തെ ഫ്ലാഷ് ഇത് EP പറഞ്ഞില്ല, പിന്നെ മറുപടി പറയാതെ മാറിയിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്.
പിന്നെ അവർക്ക് തോന്നുന്ന വാക്കുകളിലൂടെ ആ വാർത്തയാക്കിയിട്ട് കൊടുക്കും. അതിനേക്കാളും നല്ലത് എൻ്റെ ഉള്ള അനുഭവം അങ്ങ് പറയുന്നില്ലേ, അവരുടെ സൃഷ്ടിയിൽ ചർച്ച നടത്തി എന്നിട്ട് വേണമെങ്കിൽ പലതും അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും. എന്നിട്ട് എന്തെല്ലോ വേണമെങ്കിൽ അവർക്ക് എഴുതി ചേർക്കാം, കൂട്ടിച്ചേർക്കാം. അതിനേക്കാളും നല്ല പിന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ അതൊക്കെ തീരുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ തെറ്റായ വ്യാഖ്യാനങ്ങളും തെറ്റായ പ്രചരണങ്ങളും ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് രാവിലെ എന്നെ കണ്ട് ഇത് ചോദിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അത് വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ വാർത്ത വരിക. പിന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മൗനം ദീക്ഷിച്ചത്, ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരുന്നത്, രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ തയ്യാറെടുത്തിരിക്കുന്നു എന്നിവരെ കൊടുക്കൂലേ അവർ? അല്ലെങ്കിൽ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്നെ ചോദ്യം ചോദിക്കുക. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നെ അത് ചോദിക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ചോദിക്കുക പിന്നെ അവർക്ക് ഞാനിതിൽ കാണുന്ന കാര്യം ഒന്നേ ഉള്ളൂ. എന്നെപ്പോലെയുള്ള ഒരാളെക്കുറിച്ചൊരു വാർത്ത കൊടുക്കുമ്പോൾ അതിൽ സത്യത്തിൻ്റെ അംശമുണ്ടോ ഈ പറയുന്നതിൽ നിന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ഇവർക്കില്ലേ, മാധ്യമക്കാർക്ക്? സുധാകരനും ശോഭന ജോർജിൻ്റെ നിലവാരത്തിലേക്ക് മാധ്യമം താഴാൻ പാടുണ്ടോ? അതിനേക്കാളും താഴേക്കല്ലേ പോയത്? എന്നിട്ട് ഈ വാർത്ത കൊടുക്കുകയല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള തെറ്റായ നടപടികൾ തികച്ചും ഉപേക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ മാധ്യമധർമ്മമല്ല കാണിക്കുന്നത്. ഇപ്പോൾ എനിക്കതിൻ്റെ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്നറിയോ? തലേ ദിവസം ഈ വിവാദം അറിഞ്ഞ ഉടനെ എന്തുകൊണ്ട് ഇ പി പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ചോദിക്കാതെ ഞാനിത് മനസ്സ് കേൾക്കുന്ന തന്നെ രാത്രിയാണ്, വൈകുന്നേരം. ഞാൻ ഈ അന്നത്തെ പരിപാടി ഞാൻ അന്ന് 2 മണിക്കോ മറ്റാണ് ഈ സുധാകരനെ BJP-യിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്. ഞാൻ അത് പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴോ മറ്റാണ് അപ്പം ഞാൻ പിന്നെ ഇത് കേൾക്കുന്നത്. പിന്നെ സുധാകരന് പോരെന്ന് പറയാനില്ല, ഞാൻ പോകാൻ തീരുമാനിച്ചില്ല എന്നൊന്നും സുധാകരന് പറയാൻ പറ്റില്ലല്ലോ. എന്നെപ്പോലെ അല്ലല്ലോ സുധാകരൻ. എൻ്റെ കാര്യം വളരെ വ്യക്തത, പെർഫെക്റ്റാണ്. അതല്ലല്ലോ സുധാകരൻ. ഇതിന് ശേഷം, ഈ വിവാദത്തിന് ശേഷം ഈ നന്ദകുമാർ ഇത്രയും അങ്ങയെ പ്രതിക്കൂട്ടിലാകുന്ന വിധത്തിലൊരു പ്രചാരണം നടത്തി. അയാളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിന് ശേഷം എന്തെങ്കിലും സംസാരിച്ചോ? നിങ്ങളതിൽ ആര് സംസാരിക്കേ? ഞാനോ? ആരോട് സംസാരിക്കും? അങ്ങേടുത്ത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ആര് വന്ന് സംസാരിക്കാൻ? അതിനു വേണ്ടി ആര് വന്ന് സംസാരിക്കാൻ? ഞാൻ അങ്ങനെയുള്ള ഒരാളുമായിട്ടും സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ സംസാരിക്കുകയില്ല. ഈ മറ്റൊന്ന്, പാർട്ടി നേതാക്കളുടെ ഇതിൽ ഈ വിഷയത്തിൽ പിന്നീട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്? അല്ല, ഞാനിത് വേറെ ആരോട്ട് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാനിത് ആരോട് സംസാരിച്ചിട്ടില്ല. ഞാൻ എന്നോട് സംസാരിച്ച മാധ്യമക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഒരു ആരോപണം അങ്ങക്കെതിരെ പറയുന്നത് അങ്ങ് പാർട്ടി സെക്രട്ടറി ആവേണ്ട ആളായിരുന്നു, പാർട്ടി സെക്രട്ടറി ആവാൻ പറ്റിയില്ല, അതിനുശേഷമാണ് അങ്ങ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ കൂടുതൽ ഏർപ്പെടുന്നത്. അങ്ങ് ഒരു സ്ഥാനനഷ്ടത്തിൻ്റെ, ഇത് പൊതുവിൽ പ്രചരിക്കുന്നതാണ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? എൻ്റെ മനസ്സിൽ അങ്ങനെ യാതൊരു കാര്യമില്ല. എന്ന് മാത്രമല്ല, എനിക്ക് ഇത്രയും ചുമതല നിർവഹിക്കാൻ കഴിയൂ. എൻ്റെ ആരോഗ്യസ്ഥിതിയും എൻ്റെ കഴിവും വെച്ചുകൊണ്ട് ഇത്രയും ചെയ്യാൻ സാധിക്കൂ. അതെൻ്റെ പാർട്ടി മനസ്സിലാക്കി എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന ചുമതല എന്നെ ഏൽപ്പിച്ചു. ആ ചുമതല ഞാൻ നിർവഹിക്കുന്നു. അതിനോടും എനിക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്ന ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. എന്തുകൊണ്ട്? അല്ല, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും അതിന് പിന്നെ പ്രശ്നമായി നിൽക്കുന്നു. അതുകൊണ്ട് ഞാനെന്താ വെച്ചാൽ ഇത് ഒരു തരത്തിലും എൻ്റെ പാർട്ടിയുടെ വളർച്ചയെയും പാർട്ടിയുടെ മുന്നേറ്റത്തെയും ഒരു തരത്തിലും എന്നാൽ തടസ്സമുണ്ടാക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെക്കൊണ്ട് എൻ്റെ പാർട്ടിക്ക് 1% പോലും ഒരു തരത്തിലുള്ള ക്ഷീണമോ പോറലോ ഏൽക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പാർട്ടിയെ സേവിക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് പോവുക. അതായത് അങ്ങ് മാനസികമായ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മൂഡിലാണെന്നാണോ? അല്ല, ഞാൻ പാർട്ടിയെ കാത്തു സൂക്ഷിക്കാനുള്ള ചിന്തയിലാണ്. ഈ ജാഗ്രതക്കുറവ് എന്നുള്ളതൊക്കെയാണ് സ്വാഭാവികമായിട്ടും പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവും, അത് പറയുന്നതിലും തെറ്റില്ല. നമ്മുടെ പല കാര്യങ്ങളും ചെയ്ത് പിന്നീട് നോക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യണമായിരുന്നോ, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ, അതൊക്കെ തന്നെയാണ്. അതാണ് ഈ ജാഗ്രത കുറവെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് അത് ചിലപ്പോൾ ആക്ട് ചെയ്യാതിരുന്നേക്കും. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു വീഴ്ചയുണ്ട്. മനുഷ്യനല്ലേ, ഒരുപാട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കുറേ ശരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ച് തെറ്റ് പറ്റും. ആ തെറ്റ് സ്വാഭാവികമാണ്, മനുഷ്യനാണെങ്കിൽ പറ്റും. തെറ്റ് പറ്റാത്തവരാരും കൊണ്ടോ മനുഷ്യരായിട്ട്? അപ്പം തെറ്റ് പറ്റുമോ? സംഭവിക്കും. അങ്ങനെ സംഭവിക്കാം. ഞാൻ പറ്റിയെന്നല്ല, ഞങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് അതൊക്കെ തിരുത്തി മുന്നോട്ട് പോവുകയാണ്. അത് ഇങ്ങനെ ജാഗ്രത കുറവുണ്ട് എന്ന് കണ്ടാൽ അതെന്താണെന്ന് സ്വയം പരിശോധിച്ച് തിരുത്തി പോവുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ആദ്യത്തെ സെക്രട്ടേറിയറ്റ് യോഗം നാളെ നടക്കുകയാണ്.
എന്തായിരിക്കും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ? കാരണം ഇന്നിപ്പം പല പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഇ പിക്കെതിരെ നടപടി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ അല്പസംതൃപ്തി നേടട്ടെ. നാളെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ആ ചോദ്യം തന്നെ പ്രസക്തി ഇല്ലാത്തതാണ്. ആ ചോദ്യം എൻ്റെ ഭാഷയിൽ ദുരുദ്ദേശപരമാണ്. അല്ലെങ്കിൽ ആ പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യം അത്. സെക്രട്ടേറിയറ്റിൽ സ്വാഭാവികമായും അങ്ങ് അത് പങ്കെടുക്കുന്ന അതൊരു പ്രസക്തി ഇല്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നതിനെ ദുരുദ്ദേശപരമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട്. അല്ല, ഇന്നത്തെ ചില പ്രധാന പത്രങ്ങളുടെ ഒന്നാം പേജിൽ അവരുടെ ലക്ഷ്യം എൻ്റെ പേരിൽ ഇങ്ങനെ ചില പത്രങ്ങൾ ഞാൻ കണ്ടു, വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. അവർ വ്യക്തിഹത്യ നടത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും നേടാനോ എന്തെങ്കിലും ആവാനോ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് വ്യക്തിഹത്യ നടത്തി അവർക്ക് കുറച്ച് അല്പസംതൃപ്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നതിന് ഞാനാൽ തടസ്സപ്പെടുത്തരുതെന്നേ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിവാദങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങയുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. അയ്യോ, കാരണം എന്താ പറയുക, ഞാൻ അങ്ങയുടെ ഭാര്യയുമായിട്ടും അങ്ങയുടെ കുടുംബത്തിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇതൊക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരികയാണല്ലോ എന്നുള്ളത് അവരുടെയൊക്കെ ഒരു വേദന പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് ഈ വിവാദം, ഏറ്റവും ഒടുവിലത്തെ ഈ വിവാദം? ഞാൻ എന്തെല്ലാം കണ്ട് വന്നിട്ടുള്ള ഒരാളാണ്, എന്തൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ബി ജെ പിയിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നത് അതുപോലെയല്ലല്ലോ. അത് വേറെ അല്ലല്ലോ പറഞ്ഞത്, ഈ മാധ്യമങ്ങളല്ലേ. അല്ല, ബി ജെ പി നേതാവും കോൺഗ്രസ് നേതാവും ദല്ലാൽ നന്ദകുമാറാണ് പറഞ്ഞത്. അതെ, അവരുടെ നിലവാരത്തിലേക്ക് മാധ്യമം താഴാൻ പാടുണ്ടോ? ദല്ലാൽ നന്ദകുമാറിൻ്റെ നിലവാരത്തിലേക്ക് മാധ്യമം പോകാൻ പാടുണ്ടോ? ഈ ശോഭാ സുരേന്ദ്രൻ്റെ നിലവാരത്തിലേക്ക് പോകാൻ പാടുണ്ടോ? നിങ്ങൾ അന്വേഷിക്കണ്ടേ? നിങ്ങളിങ്ങനെ ഒരാൾ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞ ആ ഉടനടി അത് പത്രത്തിൽ കൊടുക്കുമോ? നിങ്ങൾ അവിടെ കൊടുക്കും. ഇനി ഇ പിയുടെ മുൻപിൽ എന്താണ്? ഞാൻ അതുകൂടി അവസാനിപ്പിച്ച് അത് ചോദിച്ച് അവസാനിപ്പിക്കും. എൻ്റെ മുമ്പിൽ വിശാലമായ രാജ്യവും ജനങ്ങളും, ആ ജനങ്ങൾക്കിടയിൽ ഞാൻ പാർട്ടി പ്രവർത്തനവുമായി സജീവമായി ഇനിയും അതങ്ങനെ ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അല്ല, അങ്ങയുടെ വാക്കുകളിൽ ചിലപ്പോൾ നേരത്തെ അങ്ങ് എന്താ പറയുക, ഈ വിവാദങ്ങളെ പ്രതിരോധിക്കാൻ അശക്തനാകുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. സ്വാഭാവികമായും അതുണ്ടാവും. അത് ഏത് മനുഷ്യനുണ്ടാകുന്നതാണ്. അത് സ്വാഭാവികമായും മനുഷ്യരുണ്ടാവും. ഞാൻ ഇതുകൊണ്ടൊന്നും പതറിപ്പോവില്ല. അതുകൊണ്ടൊന്നും ഞാൻ ക്ഷീണിതനാകില്ല. അതുകൊണ്ടൊന്നും എൻ്റെ മനസ്സിലോ അല്ല എൻ്റെയിലോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എൻ്റെ മനസ്സിലില്ല. പറയുന്നവർ പറയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ. ഞാനിങ്ങനെ ശരിയായ നിലയിൽ അങ്ങോട്ട് പോകും. പിന്നെ ഒരാളോടും എൻ്റെ ഇങ്ങനെ വെട്ടാനും കുത്താനും തല്ലാനും വന്ന അവളൊരു പോലും പകയും വിദ്വേഷവും വെച്ച് പ്രതികാരം വീട്ടാൻ വാളും വെട്ടാനും കൊത്താനും ഞാൻ പോയിട്ടില്ല. അങ്ങനെ പോകുന്നതുമല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ പാർട്ടി ധാരണക്കനുസരിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം രൂപപ്പെടുത്തും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലും വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ.